റഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ വിശേഷം? ഇന്ന് ജൂൺ 17 ചൊവ്വാഴ്ച ചന്ദ്രിക ദിനപത്രത്തിൽ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ട്രഷറർ ബഹുമാന്യനായ PV അബ്ദുൽ വഹാബ് MP ഷെരീഫ് സാഗറുമായി നടത്തിയിട്ടുള്ള ഒരു അഭിമുഖം, മുഴുനീളയുള്ള ഒരു കൃത്യമായൊരു അഭിമുഖമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. കൃത്യമായി എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിലമ്പൂരിൽ UDF തന്നെ എന്നുള്ള തലക്കെട്ടിൽ ബഹുമാന്യനായ വഹാബ് സാഹിബിൻ്റെ ഒരു ലേഖനമാണ്. മഴ തിമിർത്ത് പെയ്യുമ്പോഴും രാഷ്ട്രീയ കേരളം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ PV അബ്ദുൽ വഹാബ് MP നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം സംസാരിക്കുന്നു എന്ന തലക്കെട്ടിൽ ബഹുമാന്യനായ ഷെരീഫ് സാഗറുമായി നടത്തിയിട്ടുള്ള അഭിമുഖമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണിക്ക് ശക്തമായ വോട്ടുകളുള്ള മണ്ഡലമാണ് നിലമ്പൂർ. UDFൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ബഹുമാന്യനായ ഷെരീഫ് സാഗറിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം പ്രിയപ്പെട്ട വഹാബ് സാഹിബ്, പ്രതീക്ഷകളല്ല, UDF നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭകളിലേക്കുമുള്ള വിജയത്തിൻ്റെ ചാലക ശക്തിയാകും ഈ തെരഞ്ഞെടുപ്പ് ഫലം. UDFന് ഇതിലൊരു നല്ല അവസരമാണ്. സർക്കാരിനെതിരായ ഗുരുതര ആരോപണങ്ങളുമായി ഇടത് MLA രാജിവെച്ച ഒഴിവിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സർക്കാരിനെതിരായ വിധിയെഴുത്താകും. നിലവിലെ ഭരണത്തിൻ്റെ വൈകല്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും മുമ്പുണ്ടായിരുന്ന UDF ഭരണകൂടത്തിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയാനും ഈ ഉപതെരഞ്ഞെടുപ്പ് UDFന് സഹായകരമായി ഭരണത്തിൽ തിരിച്ചെത്തിയാൽ ഏതെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള അവസരം കൂടിയായിരുന്നു ഇത്. ഷെരീഫ് സാഗറിൻ്റെ അടുത്ത ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിൽ UDF മുന്നോട്ട് വച്ച രാഷ്ട്രീയ ചർച്ചകൾ എന്തെല്ലാമാണ്? അത് ജനം ഉൾക്കൊണ്ടു എന്ന് കരുതുന്നുണ്ടോ? ബഹുമാന്യനായ വഹാബ് സാഹിബിൻ്റെ മറുപടി, ഭരണത്തിൻ്റെ വിലയിരുത്തൽ തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം. UDF മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അതുതന്നെയാണ്. നിലമ്പൂരിൽ കാണുന്നത് UDFും LDFും തമ്മിലുള്ള വ്യക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ വരെ UDF നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച കൊണ്ടുവരാൻ പിന്നീട് വന്ന LDF സർക്കാരിനായില്ല. വിഴിഞ്ഞം പോർട്ടും കണ്ണൂർ എയർപോർട്ടുമെല്ലാം ഉദ്ഘാടനം ചെയ്യുക മാത്രമാണ് അവർ ചെയ്തത്. ഈ വികസനങ്ങളെല്ലാം UDFൻ്റെ ആശയങ്ങളായിരുന്നു. വികലമായ അജണ്ടകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ സ്വാതന്ത്ര്യവും സമാധാനവും സൗഹാർദ്ദവുമൊക്കെയുള്ള കേരളത്തെയാണ് നമുക്ക് വേണ്ടത്. UDF നിലകൊള്ളുന്നത് അതിനു വേണ്ടിയാണ്. അതേസമയം ഇവിടെ BJPയുടെയും സംഘപരിവാറിൻ്റെയും നേതൃത്വത്തിൽ ഈ സൗഹൃദ അന്തരീക്ഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുണ്ട്. അവരുടെ അജണ്ടയിൽ നിന്ന് മാറിയിട്ടായിരുന്നു ഇക്കാലമത്രയും കേരളം നടന്നിരുന്നത്. നിർഭാഗ്യവശാൽ ഇടതുപക്ഷം അവരുടെ ലൈനിലാണിപ്പോൾ. ഇതെല്ലാം ജനം മനസ്സിലാക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യന്, ആര്യാടൻ മുഹമ്മദുമായും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായുള്ള ബന്ധം വിശദീകരിക്കാമോ എന്ന ചോദ്യത്തിന് ബഹുമാന്യനായ വഹാബ് സാഹിബിൻ്റെ മറുപടി, ആര്യാടൻ മുഹമ്മദ് ഞങ്ങളുടെ കുഞ്ഞാക്കയായിരുന്നു. അദ്ദേഹവുമായി രാഷ്ട്രീയ ബന്ധത്തിനപ്പുറത്ത് വലിയൊരു ആത്മബന്ധമാണ് വ്യക്തിപരമായി എനിക്കുണ്ടായിട്ടുള്ളത്. ഞങ്ങൾ അടുത്തടുത്ത് താമസിച്ചിരുന്ന ആളുകളാണ്. ഞാൻ വഹാബിൻ്റെ അംബാസഡറാണെന്ന് കുഞ്ഞാക്ക തന്നെ പറയുമായിരുന്നു. സമ്പത്തും സൗകര്യവും ഒക്കെയായി കേരളത്തിൽ തിരിച്ചു വരുമ്പോൾ എല്ലാവരും എന്നെ സംശയദൃഷ്ടിയോടെ നോക്കിക്കണ്ട കാലത്തായിരുന്നു ഞാൻ സമ്പത്തുണ്ടാക്കിയതിന് പിന്നിൽ ഒരു ക്രൈം ഉണ്ടാകുമെന്ന് ആളുകൾ സംശയിച്ചിരുന്ന കാലം. അന്ന് വഹാബ് ആരാണ്, വഹാബ് എന്താണ് എന്നൊക്കെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തിയത് അദ്ദേഹമാണ്. അതുകൊണ്ടാണ് എനിക്ക് പൊതുജീവിതത്തിൽ വരാൻ സാധിച്ചതും. 90കളിൽ എനിക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉയർന്നിരുന്ന കാലം. അന്ന് വലിയ വ്യാജ വാർത്തകളാണ് വന്നിരുന്നത്.
കോഴിക്കോട് എയർപോർട്ടും ചാലിയത്തെ പോർട്ടുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുമൊക്കെ വൻ ഗൂഢാലോചനയുടെ ഫലമാണ് എന്നൊക്കെയായിരുന്നു വാർത്ത. അന്ന് എൻ്റെ കൂടെ നിൽക്കുക മാത്രമല്ല അതിനെതിരെ ശക്തമായി പ്രതിരോധം തീർത്തത് ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു. തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ആരാണ് വഹാബ് എന്നെനിക്കറിയാമെന്ന് അദ്ദേഹം ആണയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥി ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ എന്ന ലേബലിൽ വന്നതല്ല. KSU മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്ന കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ്. പഞ്ചായത്ത് പ്രസിഡന്റായും മുനിസിപ്പൽ ചെയർമാനായും കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ്. ജ്യോതിർഗമയ പദ്ധതിയിലൂടെ നാട്ടിൽ വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ടുവരാൻ ഷൗക്കത്തിന് സാധിച്ചു. ആ പദ്ധതിയിലൂടെ ലക്ഷ്യവും കാഴ്ചപ്പാടും മനസ്സിലാക്കിയാണ് പാർട്ടിയുടെ നിർദ്ദേശം ലംഘിച്ച് MA ബേബി അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. കക്ഷി രാഷ്ട്രീയം നോക്കാതെ നാടിൻ്റെ വികസനത്തിനു വേണ്ടി നിലകൊള്ളാൻ ഷൗക്കത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനിയും ആ ദൗത്യം തുടരാൻ അദ്ദേഹത്തിന് കഴിയും. അടുത്ത ചോദ്യം, നിലമ്പൂരിലെ ചർച്ചകളിലൊന്ന് PV അൻവറിൻ്റെ UDF പ്രവേശനമായിരുന്നു. ആ വിവാദങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതിൻ്റെ ഉത്തരം ബഹുമാന്യനായ വഹാബ് സാഹിബ് പറയുന്നു, ഇന്ത്യ ഭരിച്ച ഇനി ഭരിക്കാനിരിക്കുന്ന ഒരു ദേശീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. UDFിലേക്ക് ഒരു പുതിയ ഘടകകക്ഷിയെ എടുക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളൊക്കെയുണ്ട്. UDF നിശ്ചയിച്ച സ്ഥാനാർത്ഥിക്കെതിരെ പോലും നിലകൊണ്ട PV അൻവറിൻ്റെ പ്രതികരണങ്ങളാണ് ചർച്ചകളുടെ വഴിമുടക്കിയത്. സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുക എന്ന മിനിമം ഡിമാൻഡ് പോലും അദ്ദേഹം സ്വീകരിച്ചില്ലെന്നത് തന്നെയാണ് വസ്തുത. PV അൻവറുമായി ബന്ധപ്പെട്ട തീരുമാനം UDF കൂട്ടായി എടുത്തതാണ്. ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികളെ മാത്രം കേന്ദ്രീകരിച്ചതല്ല ഈ സംവിധാനം മുന്നോട്ട് പോകുന്നത്. മറ്റൊരു കാര്യം, അൻവർ ഉയർത്തിയ വിവാദ വിഷയങ്ങളാണ്. അതെല്ലാം പ്രതിപക്ഷ നേതാവും ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ നേതാവും കുഞ്ഞാലിക്കുട്ടി സാഹിബും എല്ലാം സഭക്കകത്തും പുറത്തും ഉയർത്തിയതാണ്. അതേസമയം നിലവിലുള്ള സാമുദായിക സൗഹൃദം കളഞ്ഞുകുളിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പറയാൻ UDFിനോ മുസ്ലിം ലീഗിനോ കഴിയില്ല. അത് ഞങ്ങളുടെ ശൈലിയല്ല. എന്തിനു വേണ്ടിയാണോ അൻവർ LDF വിട്ടു വന്നത് ആ ഇഷ്യൂ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. BJPയുമായുള്ള LDF സർക്കാരിൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ബന്ധം പരസ്യമായ രഹസ്യമാണ്. UDF ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ശക്തമായ പോരാട്ടം തന്നെയാണ് നടത്തുന്നത്. അടുത്ത ചോദ്യം, ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയസാധ്യതകളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒന്നാമതായി, LDF സ്ഥാനാർത്ഥി നിലമ്പൂരിന് പറ്റിയ ആളെയല്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ചാണ് ചിലർ വാദോരാതെ പറയുന്നത്. എന്നാൽ മലപ്പുറത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെയും LDF നേതാക്കളുടെ വിവാദ പരാമർശങ്ങൾക്കെതിരെയോ നിലമ്പൂരിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടിയോ സ്വരാജിൻ്റെ പ്രതികരണം ആരും കണ്ടിട്ടില്ല. സർവ്വരാജ്യ തൊഴിലാളികളുടെ വിഷയങ്ങളും ക്യൂബയെക്കുറിച്ചുള്ളതുമൊക്കെ നന്നായി സംസാരിക്കുന്നുണ്ടാവും. ഇവിടെ അതല്ലല്ലോ വേണ്ടത്. നിലമ്പൂരുകാർക്ക് അദ്ദേഹം പരിചിതനല്ല. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനെ എല്ലാവർക്കും അറിയാം. നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരുടെ വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിന് തന്നെ ലഭിക്കുമെന്നത് ഉറപ്പാണ്. അടുത്ത ചോദ്യം, മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില ചാനൽ റിപ്പോർട്ടർമാർ ശ്രമിച്ചിരുന്നു. UDF എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത്? അതിൻ്റെ ഉത്തരം, അതൊക്കെ തികച്ചും ബാലിശമാണെന്ന് എല്ലാവർക്കും അറിയാം. UDF കൺവെൻഷനിൽ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും വന്നില്ല എന്നതായിരുന്നു ആ വിവാദം. ഹജ്ജിന് പോയ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള തങ്ങന്മാർ എല്ലാവരും വളരെ നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള പരിപാടികളിലായിരുന്നു. പിറ്റേന്ന് അബ്ബാസ് അലി തങ്ങളുടെ പരിപാടി നിലമ്പൂരിലുണ്ടായിരുന്നു. വിവാദങ്ങളൊക്കെ വാർത്തയുണ്ടാക്കാൻ വേണ്ടി പടച്ചുവിടുകയാണ്. പാണക്കാട് തങ്ങന്മാർ വിട്ടുനിന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ മുസ്ലിം ലീഗിൻ്റെ താൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉണ്ടാകില്ലെന്നെങ്കിലും ഈ വാർത്ത ഉണ്ടാക്കുന്നവർ ഓർക്കണമായിരുന്നു. സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് നേരെ എത്തിയത് നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയാണ്. യഥാർത്ഥ വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനുള്ള ഗൂഢശ്രമങ്ങളുടെ ഭാഗം മാത്രമാണ്
അനാവശ്യ വിവാദങ്ങൾ എന്നാണ് പറയാനുള്ളത്. അടുത്ത ചോദ്യം, മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസ് നേതാക്കൾ നേരത്തെ നടത്തിയ ചില പ്രസ്താവനകൾ കുത്തിപ്പൊക്കാനുള്ള ശ്രമം LDF ക്യാമ്പ് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കോൺഗ്രസ് നേതാക്കളുടെ ചില പ്രതികരണങ്ങൾ അടർത്തിയെടുത്ത് CPM പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ചോദ്യമെങ്കിലും അതൊന്നും വിലപ്പോകുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ ആവിർഭാവം കാലം മുതൽ തന്നെ മുസ്ലിം പാർട്ടി നിരവധി പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട്. നേരം കിട്ടുമ്പോൾ എല്ലാവരും വിമർശിച്ചിട്ടുണ്ട്. അത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചവരെ കൊണ്ട് തന്നെ അത് തിരുത്തിക്കാൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനവും നയനിലപാടുകളും കാരണമായിട്ടുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായ അഹമ്മദ് സാഹിബിനെ കോൺഗ്രസ് കേന്ദ്രമന്ത്രിയാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ചും സാഹചര്യങ്ങളിലൂടെ നടന്നിട്ട് തന്നെ അഹമ്മദ് സാഹിബിനെ കോൺഗ്രസ് കേന്ദ്രമന്ത്രിയാക്കിയത് ഒരു ഉദാഹരണമാണ്. വലിയ ദുർഘട സാഹചര്യങ്ങളിലൂടെ നടന്നിട്ട് തന്നെയാണ് മുസ്ലിം ലീഗ് വളർന്നത്. രാഷ്ട്രീയമായി പല ഘട്ടങ്ങളിലും പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടാകും. സപ്തകക്ഷി മുന്നണിയായി CPMനൊപ്പം മത്സരിച്ച ചരിത്രമില്ലേ? അതൊക്കെ അതാത് കാലങ്ങളിലെ വിഷയങ്ങളാണ്. മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കുക എന്നതാണ് പാർട്ടി പ്രവർത്തകരുടെ ശൈലി. അതുതന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ക്രെഡിബിലിറ്റി. അതെല്ലാവർക്കും കൃത്യമായ ബോധ്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും അതുതന്നെ സംഭവിക്കും. UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി മുസ്ലിം ലീഗ് മുന്നിൽ തന്നെ ഉണ്ടാകും. അടുത്ത ചോദ്യം, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് പ്രചോദനമാകും എന്ന് തന്നെയാണോ പ്രതീക്ഷ? തീർച്ചയായും. പ്രിയപ്പെട്ട വഹാബ് സാഹിബിൻ്റെ ഉത്തരം തീർച്ചയായും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ജനം ഉൾക്കൊണ്ടിട്ടുണ്ട്. LDFനെതിരായ ജനവികാരമാണ് മണ്ഡലത്തിലുടനീളം കാണുന്നത്. കുടുംബയോഗങ്ങൾക്ക് പോകുമ്പോൾ അത് പ്രകടമായി അനുഭവപ്പെടുന്നുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇതിലും വലിയ ഒരു കോലാഹലങ്ങൾ കണ്ടതാണ്. റിസൾട്ട് എന്തായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതുതന്നെ ഇവിടെയും ആവർത്തിക്കും. ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാതെ സർവത്ര സ്വതന്ത്ര കാത്തിരിക്കുകയായിരുന്നു CPM. കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയെ നിർത്തിയത്. ഈ തെരഞ്ഞെടുപ്പിലെന്ന പോലെ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലും LDF വിയർക്കുന്നത് കാണാം. നിലമ്പൂർ UDF നേടുന്നത് കാത്തിരിക്കുകയാണ് കേരളം എന്ന പൂർണ്ണ രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം. അതിൻ്റെ കാതലായ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥി ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ എന്ന ലേബലിൽ വന്നതല്ല. KSU മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്ന കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ്. പഞ്ചായത്ത് പ്രസിഡന്റായും മുനിസിപ്പൽ ചെയർമാനായും കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ്. ജ്യോതിർഗമയ പദ്ധതിയിലൂടെ നാട്ടിൽ വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ടുവരാൻ ഷൗക്കത്തിന് സാധിച്ചു. ഈ പദ്ധതിയുടെ ലക്ഷ്യവും കാഴ്ചപ്പാടും മനസ്സിലാക്കിയാണ് പാർട്ടിയുടെ നിർദ്ദേശം ലംഘിച്ച് MA ബേബി അത് ഉദ്ഘാടനം ചെയ്യാനെത്തിയത്. കക്ഷി രാഷ്ട്രീയം നോക്കാതെ നാടിൻ്റെ വികസനത്തിനു വേണ്ടി നിലകൊള്ളാൻ ഷൗക്കത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനിയും ആ ദൗത്യം തുടരാൻ അദ്ദേഹത്തിന് കഴിയും എന്നതാണ് ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ട്രഷറർ. പാർലമെൻറ്റിനകത്തെ രാജ്യസഭയിൽ കൃത്യമായ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് പാർലമെൻറ്റിനെ ഇളക്കിമറിക്കാൻ ഉതകുന്ന രീതിയിൽ തൻ്റേതായ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് പാർലമെൻറ്റിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഖജാൻജി. തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കൃത്യമായി തന്നെ മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഉതകുന്ന രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന പ്രിയപ്പെട്ട നേതാവ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർലമെൻറ്റിനകത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ വിശിഷ്യ ഇന്ത്യയിലെ മുസൽമാന് വേണ്ടി 25 കോടിയിലധികം വരുന്ന ഇന്ത്യയിലെ മുസൽമാന് വേണ്ടി 60% വരുന്ന മറ്റ് പിന്നോക്കക്കാർക്ക് വേണ്ടി എല്ലാ വിഷയങ്ങളിലും വഖഫ് വിഷയത്തിലാണെങ്കിലും NRC വിഷയത്തിലാണെങ്കിലും മറ്റ് എല്ലാ വിഷയത്തിലാണെങ്കിലും പൗരത്വ വിഷയത്തിലാണെങ്കിലും എല്ലാ വിഷയത്തിലും കൃത്യമായി പാർലമെൻറ്റിനകത്ത് തൻ്റേതായ അഭിപ്രായങ്ങൾ മുസ്ലിം ലീഗിൻ്റേതായ ആ അഭിപ്രായങ്ങൾ കൃത്യമായി അത് പാർലമെൻറ്റിനകത്ത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ സരസമായ രൂപത്തിൽ പാർലമെൻറ്റിനകത്ത് കൃത്യമായി പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കൃത്യമായി ആർക്കു മുന്നിലും തലകുറിക്കാതെ തൻ്റെ ഇടത്തോടു കൂടി പാർലമെൻറ്റിലെ ഒരു കൃത്യമായി പ്രതികരിക്കുന്ന ഒരു നേതാവായി ബഹുമാന്യനായ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഖജാൻജി കൂടിയായ വഹാബ് സാഹിബ് കൃത്യമായി അത് പാലിക്കുന്ന ഒരു
നേതാവാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ നാട് കൂടിയാണ് നിലമ്പൂർ. ആ നിലമ്പൂരിൻ്റെ കൃത്യമായ സ്പന്ദനം അറിയുന്ന, ആ നാടിൻ്റെ മണ്ണിൻ്റെ ആ ജനങ്ങളുടെ കൃത്യമായ എല്ലാ സ്പന്ദനങ്ങളും തനിക്ക് കൃത്യമായി ബോധ്യമുള്ള ഒരു നേതാവ്. നിലമ്പൂരിൻ്റെ ആ ഇന്നത്തെ ഒരു ചരിത്രം, ഈ നിലമ്പൂരിൻ്റെ UDFൻ്റെ ഈ തിരഞ്ഞെടുപ്പിൽ ബഹുമാനായ ആര്യടൻ ഷൗക്കത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് കൃത്യമായി വഹാബ് സാഹിബിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിലയിരുത്തലിലൂടെ കേൾക്കുമ്പോൾ തികച്ചും നമുക്ക് ആത്മാർത്ഥമായി സന്തോഷിക്കാം. കൃത്യമായി നമുക്ക് വിജയം സുനിശ്ചിതമാണ്. വൻ വിജയത്തോടു കൂടി ബഹുമാനനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ന് അദ്ദേഹം ചാനലിലേക്ക് നൽകിയ അഭിമുഖത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ള വേദിയിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് 15,000 വോട്ട് മിനിമം ഭൂരിപക്ഷം ബഹുമാനനായ ആര്യടൻ ഷൗക്കത്തിൽ ഉണ്ടാകുമെന്നാണ്. ഏതായാലും ആ ഒരു വിജയത്തിൽ 15,000-ത്തിലധികം വരുന്ന ഒരു വിജയത്തിൽ വൻ മുന്നേറ്റം നടത്തി വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും UDFന് ഒരു മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് വളരെ സന്തോഷത്തോടു കൂടെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് വിലയിരുത്താമെന്ന് കൂടി ഈ സമയത്ത് ഉണർത്തിക്കൊണ്ട് നിങ്ങൾ ഈ വഹാബ് സാഹിബിൻ്റെ മുഴുവൻ അദ്ദേഹം ഷെരീഫ് സാഗറുമായി നടത്തിയിട്ടുള്ള അഭിമുഖം കൃത്യമായി നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തന്നു എന്ന് വിലയിരുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് മുസ്ലിം ലീഗ്, ജയ് UDF.